ജീവിക്കുന്നുവെങ്കിൽ അന്തസ്സോടെ ജീവിക്കണം. അന്നന്ന് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന, അന്നത്തിന് വക കണ്ടെത്തുന്ന, കുടുംബം പോറ്റുന്ന സാധാരണക്കാരനായ ആൾക്കാരുണ്ട്, തൊഴിലാളികൾ. അവർ എത്രയോ അത്യുന്നതരാണ്. അവർ അവരുടെ എല്ലാ ഊർജവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ പണിയെടുക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. അതിൽ അന്തസ്സുണ്ട്. എന്തിനേക്കാളും ഏറെ പറ്റിക്കൽ, ജനങ്ങളെ വെട്ടിലാക്കുക, ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ടും കോപ്രായങ്ങളെ കാട്ടിയൊക്കെ എത്ര കാലം മുന്നോട്ട് പോകും? മനസ്സിലായിട്ടില്ല എന്നങ്ങനെയുണ്ട്. ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത് പേട്ടയ്ക്ക് ഒരു നറുക്കെടുപ്പുണ്ട്. 1 കോടി രൂപയുടെ വീടും പിന്നെ സെക്കൻഡ് ബില്ല് കാറും, ജീപ്പ്, താറിൻ്റെ മഹീന്ദ്രയുടെ ജീപ്പ്, തേർഡ് എന്താ ബൈക്കോ ബുള്ളറ്റോ. തേർഡ് എടുത്തത് ഓക്കെ, ബാക്കി രണ്ടും നിങ്ങൾ ആ വീഡിയോസിനെ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നില്ല. എന്നാലും ഇവൻ ന്യായീകരിക്കുന്നത് കണ്ടിട്ട് ഒന്ന് പറയും ഞാൻ. ആ വീഡിയോ നിങ്ങൾ കണ്ടേന്ന്. കാരണം ഏത് കാണുന്ന ഏതൊരാൾക്കും, ഒരല്പ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അത് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് പിന്നെ ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. ഈ ജനങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാണ് കുഞ്ഞാനെ? ചെയ്തിട്ട് പിന്നെ ന്യായീകരിക്കുന്നതിൽ ഒരു ഉളുപ്പ് വേണ്ട. ഒന്ന് കേട്ടോ നോക്കി. പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും അല്ല, ഞാൻ ഇതിന്റെ വൈത്താറുണ്ട്. ഞാനിത് തെളിയിച്ചു, ഞാൻ തന്നെ തെളിയിച്ചു. പിന്നെ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഞ്ച ഭാഗത്തിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചിരിക്കും. അത് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തരുന്നൊരു വാക്കാണ്. ഇപ്പോഴും പറയാണ്, ഞാൻ മനസ്സാ വാച മക്കൾ സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തത്. അല്ലേ? എത്രയോ ആൾക്കാർ പബ്ലിക് മുമ്പിൽ വെച്ചിട്ട് ഈ പാവങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് ഇമാതിരി കൊസറാക്കുള്ളി കാണിച്ചിട്ട് പിന്നെയും ന്യായീകരിക്കുകയാണ്. ഓളെയും കൂട്ടിയിട്ട് അയാളെ വ്യക്തിപരമായ കാര്യം വീഡിയോസ് ചെയ്യലും യൂട്യൂബിൽ ഇതാക്കലും എന്തോ ആട്ടെ, അതൊന്നും പറ്റുകാരില്ല. കുറേ പറഞ്ഞ് മുരുമ കെട്ടുപോയതാണ്. ഇതെല്ലാം പുറമെ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ട് വേണം രണ്ടാമത് ഇങ്ങനെ ഒരു പരിപാടി. പിന്നെ അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വേറെ പല ഉടായ്പ അല്ലേ? ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഖുർആൻ അങ്ങനെയാണ്, അതും ഖുർആൻ പറയാം. പണ്ടേതൊരു ഉസ്താദ് ഇയാളെ പാഠം പഠിപ്പിക്കാൻ പോയിന് അല്ലേ? അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കാൻ പാടില്ല എല്ലാവരും പെട്ടത്. കുഞ്ഞാൻ മനസ്സിലായിക്കോ. അവിടെ കുഞ്ഞാനെ ഇമാതിരി ഉടായ്പ് എല്ലാ ദിവസവും മുന്നോട്ട് പോകില്ല. ജനങ്ങൾ ഒരു ദിവസം പിടിച്ച് താഴെ വലിച്ചിടും, അന്ന് തീരുമാനമാകും. ഏകദേശം ആ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. എന്തിനാണോ അധ്വാനം ജീവിക്കുന്നതിന് അന്തസ്സുണ്ട്. ഈ പറ്റിപ്പും ഈ തരികിട പരിപാടിയൊക്കെ നിങ്ങൾ നിർത്താൻ നോക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും.